നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് മകരം രാശിഫലമാണ്. ഈ രാശിയിലുള്ള നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ ഭാഗം എന്നിവയാണ്. ഈ നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളാണ് പറയാവുന്നത്. രാശിചക്രത്തിലെ 10ാമത്തെ രാശിയാണ് മകരം രാശി. ശ്രീരാശിയാണ്. ശനിയുടെ സ്വക്ഷേത്രവും ചൊവ്വയുടെ ഉച്ചരാശി വ്യാഴത്തിൻ്റെ നീചരാശിയുമാണ്. മാനിൻ്റെ രൂപത്തോടു കൂടിയ മുതലയുടെ രൂപമാണ് മകര രാശിക്ക്. മകര രാശിയിൽ ജനിച്ചവർ ഏതൊരു കാര്യത്തിനും ഉന്മേഷത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവുന്നതല്ല. എല്ലാറ്റിനും ഒരു അലസതയാണ് മുന്നിലായിട്ട് കാണുന്നത്. എന്തിനൊരു തടസ്സം എന്ന് വെച്ചാൽ ഒരു ഉണർവില്ലായ്മയാണ് എല്ലാവരും കാര്യത്തിനും പുറപ്പെടുമ്പോൾ. എങ്കിലും ജീവിക്കാൻ വേണ്ടി എന്തും തരണം ചെയ്യുന്ന ഒരു വ്യക്തികളാണ്. ഏതൊരു കാര്യത്തിനും ജീവിതമാണ് മുന്നിൽ. ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യണം. എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം ചെയ്തിട്ട് അത്രത്തോളം പ്രയത്നിച്ചാലാണ് ജീവിതം മുന്നോട്ട് പോവുക എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളും. എന്നാലും ഒരു തടസ്സം കാണുന്നു എന്ന് മാത്രം. ഇവരിൽ പലരും പണത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്ന് വെച്ചാൽ പലരുടെ കയ്യിൽ നിന്നോ ആയിട്ടാണെങ്കിലും ബാങ്കിൽ നിന്നായിട്ടാണെങ്കിലും പലതരത്തിൽ കടബാധ്യതകളുടെ ഒരു അവകാശികളാണ്. എന്ന് വെച്ചാൽ കടം തന്നെയാണ് കൂടുതലും. സമ്പാദ്യം എന്ന് പറയാനോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് തരണം ചെയ്യാനുള്ള മനോധൈര്യം ഇവർക്കുണ്ട് താനും. കാരണം എന്താണെന്ന് വെച്ചാൽ പണം കയ്യിൽ വന്നാൽ അത് ചെലവഴിക്കാനുള്ള ഒരു തടസ്സവും കൂടാതെ എല്ലാ കാര്യത്തിനും കാശ് നോക്കാറില്ല. എവിടെയാണോ അവിടെ തന്നെ എല്ലാം ചിലവാക്കുന്നതുമാണ്. അത് കാരണത്താൽ കടം ബാക്കി മാത്രം കയ്യിലാവും. കാശുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഒരവസ്ഥയാണ്. എന്ന് വെച്ചാൽ ചിലവഴിച്ചില്ലെങ്കിലാണ് ഇവർക്ക് സമാധാനക്കേട്. അത് എത്ര തന്നെ കാശായാലും അത് ചിലവഴിക്കേണ്ട സമയത്ത് ചിലവഴിക്കും. സമ്പാദിക്കുക എന്നുള്ള ഒരു മനോഭാവമൊന്നും ഇവർക്ക് ഉണ്ടാവുന്നതുമല്ല. ഇതൊക്കെ കഴിയട്ടെ എന്നിട്ട് ബാക്കിയുള്ളത് നിക്ഷേപിക്കുക എന്നുള്ള മനോഭാവത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്നവരാണ്. ഈ രാശിയിലുള്ളവർക്ക് ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നു. വാതസംബന്ധമായിട്ടുള്ളതും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് കാണുന്നുണ്ട്. ഈ രാശിയിലുള്ളവർക്ക് തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങൾ ഗുണപ്രദമായിട്ടാണ് കാണുന്നത്. ഈ ദോഷങ്ങൾ മാറ്റിത്തരാൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ